എന്നാൽ ഗ്രാജുവലി FISന്റെ സെല്ലിംഗ് ഒരു 2000 കോടി 1500 കോടിയിലോട്ടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതകൾ ഇൻഡസിൻ്റെ ബാങ്കിൽ നടന്നൊരു ഗ്ലിച്ച് മാത്രമാണെന്ന് വിശ്വസിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. ഇതൊന്നും പുറത്തു വരണമെന്ന് പോലും ഇല്ല. ഇങ്ങനെ നമ്മൾ പുറത്തു വരാത്ത എത്രയോ കാര്യങ്ങൾ മാർക്കറ്റും റിലേറ്റഡ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ ലോങ് ടൈമിൻ്റെ ഒക്കെ ടാക്സ് ഭയങ്കര ഹൈ ആണല്ലോ. 12.5 20%. ഇത്രയും വലിയൊരു ഹ്യൂജ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. റീറ്റെയിലേഴ്സ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ബെയറിഷാണ്, മാർക്കറ്റ് ഇനിയും താഴെ പോകുമെന്നാണ് എല്ലാ റീറ്റെയിലേഴ്സും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെ റീറ്റെയിലേഴ്സ് പറയുന്ന സമയത്താണ് മാർക്കറ്റിൻ്റെ യഥാർത്ഥ റിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു പച്ചപ്പ് കണ്ടിട്ട് പിന്നെ ഒരു നെഗറ്റീവിലേക്ക് മാർക്കറ്റ് പോയിരിക്കുകയാണ്, റൈറ്റ്? തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ബോട്ടം ഔട്ട് ആയോ അല്ലെങ്കിൽ ലോ എത്തിയോ എന്നുള്ളതാണ് എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻ. നമ്മൾ നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഇപ്പോഴും PE 19.8 9 എങ്ങാണ്ടാണ്. അപ്പോൾ ഒരു നല്ല വാല്യുവേഷനിലാണ് എന്ന് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് എനിക്ക് തോന്നുന്നു 2.5% ഒറ്റ ദിവസം ഇടിഞ്ഞത്, സ്മോൾ ക്യാപ്പും 3.5%. അപ്പോൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ബോട്ടം എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്നാൽ ലാർജ് ഇൻഡെക്സ് ആയിട്ടുള്ള നമ്മുടെ നിഫ്റ്റി 50 നിയറർ ടു ബോട്ടം അല്ലെങ്കിൽ ഡൗൺ സൈഡിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ റൗണ്ട് കൂടിയൊക്കെ താഴെ പോയേക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടിയൊക്കെ പോയേക്കാം. എന്നാലും ഇതൊരു ഏകദേശം ഡൗൺ സൈഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ റീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഡെഫിനറ്റ്ലി ഇനിയും ചിലപ്പോൾ താഴത്തോട്ട് പോകാം. നമ്മുടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള റീസൺസ് അത് വാല്യുവേഷൻ തന്നെയായിരുന്നു. വാല്യുവേഷൻ മാത്രമല്ല, കറണ്ട് സിറ്റുവേഷൻസിൽ ഗ്ലോബൽ എക്കണോമി കുറച്ച് റിസിഷനിലോട്ട് പോകുന്ന ഒരു ഫീലുണ്ട്. ട്രംപ് പേടി. രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ കാര്യങ്ങൾ എന്താ പറയുക, വായ തോന്നിയോണം വിളിച്ച് പറയുന്നത്. ഇതിൻ്റെ പണി അമേരിക്ക തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. പരസ്യമായിട്ട് 3-ാം ലോകമഹായുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന അമേരിക്കയും ചൈനയും, ഓരോ ദിവസം എഴുന്നേറ്റ് വന്ന് കാനഡയ്ക്കെതിരെയും ചൈനയ്ക്കെതിരെയും താരിഫ് പ്രഖ്യാപിക്കുന്ന ട്രംപ്. ഇനിയും എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2 ഇന്ത്യയുടെ താരിഫിനെ കുറിച്ചിട്ട് ട്രംപ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ FISും ഈ പറയുന്ന ഏപ്രിൽ 2 3 ഏപ്രിൽ 2 വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മാർച്ച് 20 പറയുന്ന പോലെ ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നൊരു ദിവസം ഏപ്രിൽ 2. അപ്പോൾ അതുവരെ മാർക്കറ്റിലൊരു ഫിയർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രംപ് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ട്രംപിൻ്റെ ഈ ഒരു ഇതാണ്. അതായത് എല്ലാവരും ട്രംപ് പറയുന്നത് നോക്കിയിരിക്കുകയാണ്, ഒരു സീരിയസ്നെസ് ഇല്ലാതെ എന്തോ വലിയൊരു അധികാരം കിട്ടിയ ഒരു ലാഘവത്തോടെയാണ്. പക്ഷേ ഇതിനു മുമ്പ് ട്രംപ് കയറിയപ്പോൾ ഇത്ര അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് ട്രംപ് കയറിയപ്പോൾ ഇത്ര അധികാരം ഉണ്ടാവാത്തതിൻ്റെ റീസൺ ഇതിനു മുമ്പത്തെ ഒരു പോഡ്കാസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഇത്രയും പവർഫുൾ ആയിരുന്നില്ല. നമ്മുടെ എല്ലാ ലോകക്രമത്തിലും നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടിട്ട് ഒരു പ്രാവശ്യം വിജയിച്ചു, രണ്ടാമത് പരാജയപ്പെട്ടു, തിരിച്ചു വരുന്നു. ഇപ്പം നമ്മൾ നെപ്പോളിയൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നെപ്പോളിയൻ ഒരു തവണ വിജയിച്ച് യുദ്ധം ജയിച്ച് വീണ്ടും നെപ്പോളിയനെ പരാജയപ്പെടുത്തി നെപ്പോളിയൻ തിരിച്ചു വന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് നെപ്പോളിയൻ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എതിർത്ത് നിന്നവരെയൊക്കെ ആക്രമിച്ച് കീഴടത്തി, ഇതൊക്കെ ആ ഒരു സമയത്താണ്. അപ്പോൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും. കൂടാതെ ഈ തവണ തിരിച്ചു വരുമ്പോൾ യൂറോപ്പിലെല്ലാം വലിയ വലതുപക്ഷ സ്വരമാണുള്ളത്. നമ്മൾ UK നോക്കുകയാണെങ്കിലും, പക്ഷെ അവരെ പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഫുൾ അധികാരം എൻ്റെ കയ്യിലാണ്, ഞാനെല്ലാം തീരുമാനിക്കും എന്നുള്ളൊരു അവസ്ഥയാണ്. എനിക്കൊന്ന് ട്രംപ് ഇനി ഇലക്ഷൻ നിൽക്കാനുള്ള ഒരു പ്ലാൻ ഒന്നും ഇല്ല. ഇതിൻ്റെ അവസാനത്തെ അല്ല, ഇനി US 2 പ്രാവശ്യം നിൽക്കാൻ പാടുള്ളൂ. 2 പ്രാവശ്യം പ്രസിഡന്റ് ആയാൽ 3ാമത് നിൽക്കാൻ പാടില്ല എന്നാണ് US-ൻ്റെ ഇത്. എനിക്ക് തോന്നുന്നു ട്രംപ് ചിലപ്പോൾ ആ നിയമം കൂടി ചിലപ്പോൾ മാറ്റിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള 2 അപ്ഡേറ്റ്സ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ഫെബ്രുവരി ഇൻഫ്ലേഷൻ ഡാറ്റ അത് 3.61 മാത്രമാണ്. ഇത് നമ്മുടെ റിസർവ് ബാങ്ക് RBI പ്രഖ്യാപിച്ച അല്ലെങ്കിൽ RBI എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറവായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റാണ് നമ്മൾ ഫെബ്രുവരിയിൽ കണ്ടത്. ഇത് ആക്ച്വലി ഒരു പോസിറ്റിവിറ്റിയാണ്. പോസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുക? ഇൻഫ്ലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോ റേറ്റ് കുറയ്ക്കാനായിട്ട് RBIക്ക് പറ്റും. റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്യാഷ് ഫ്ലോ വരും. ഇത് മാർക്കറ്റിന് പോസിറ്റീവാണ്, ബാങ്കുകൾക്ക് കൂടുതൽ പോസിറ്റീവാണ്. ഇതൊരു പോസിറ്റിവിറ്റി ആണെങ്കിൽ ഇത് കൂടാതെ നമ്മൾ PMI ഡേറ്റ നോക്കുകയാണെങ്കിലും അതിൽ വലിയൊരു നേട്ടമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല US ഡോളർ ഇൻഡെക്സ് താഴെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തെ FIA സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ FIA സെല്ലിംഗ് തന്നെയാണ്. എന്നാൽ ഗ്രാജുവലി FISൻ്റെ സെല്ലിംഗ് ഒരു 2000 കോടി 1500 കോടിയിലോട്ടൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. DISൻ്റെ കാശ് ഏകദേശം തീർന്നിട്ടുണ്ടാവും. എനിവേസ് ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക്
നുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ്. എന്നാൽ മാർക്കറ്റ് ബുള്ളിഷ് ആകും അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഫേസിലോട്ട് പോകും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. 23,738 എന്ന് പറയുന്ന ഒരു സ്വിംഗ് ഹൈ, ഇത് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് പവർഫുള്ളായി ബുള്ളിഷായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ബോട്ടം ഔട്ട് ആയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ്. ഗ്ലോബൽ മാർക്കറ്റ്, അതായത് US മാർക്കറ്റിൻ്റെ വലിയ നെഗറ്റിവിറ്റി നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. അതിനൊരു കാരണം ട്രംപ് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രംപ് മയമാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ നമ്മുടെ ശ്രുതി ഷിബുലാൽ ബ്ലോക്ക് ഡീൽ വഴി ഏകദേശം 28.6 ലക്ഷം ഓഹരികൾ സ്വന്തമാക്കി എന്നുള്ളതാണ്. അത് ഏകദേശം 469 കോടിയുടെ ഡീലാണ് നടന്നിരിക്കുന്നത്. അപ്പം അതായത് പക്ഷെ പലരും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇൻഫോസിസ് പറക്കും, കോൾ ബൈ ചെയ്ത് വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ അവരുടെ എന്താ പറയുക പൂർവിക സ്വത്ത് തിരിച്ചു മേടിച്ച സ്ഥിതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല കറൻ്റ്ലി ഒരു വലിയ കറക്ഷൻ IT സെക്ടറിൽ വന്നല്ലോ. അതുകൊണ്ട് ഒരു വിധം കുഴപ്പമില്ലാത്തൊരു വാല്യുവേഷനിലാണ് IT സ്റ്റോക്കുകളെല്ലാം നിൽക്കുന്നത്. നാസ്ഡാക്കിൽ വന്ന വലിയൊരു ഫാള്, നമ്മൾ ഈ ഫാബുലസ് 5 എന്ന് പറയുന്ന, അപ്പോൾ ഫേസ്ബുക്ക്, മെറ്റ, ടെസ്ല, US ടോപ്പ് കമ്പനികൾ വലിയ കറക്ഷനാണ് നേരിട്ടത്. എന്തുകൊണ്ടാണ്? അവിടെ വാല്യുവേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. കഴിഞ്ഞൊരു വർഷം ഓരോ സ്റ്റോക്കുകൾ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ടെസ്ലയൊക്കെ ആണെങ്കിലും പോയ ഹൈ എന്ന് പറയുന്നത്, ആപ്പിൾ ആണെങ്കിലും ഭയങ്കര ടോപ്പ് ലെവലിലോട്ടാണ് പോയത്, ഭയങ്കര ഹെവി വാല്യുവേഷനിലോട്ടാണ് പോയത്. അപ്പോൾ ഉറപ്പാണ് എവിടെയൊക്കെയാണ് വാല്യുവേഷൻ എക്സ്റ്റെൻഡ് ആവുന്നത് സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യും. ആ ഒരു കറക്ഷൻ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളൂ. പല വലിയ സ്റ്റോക്കുകൾ 50% കറക്ഷൻ US വന്നിട്ടുണ്ട്. ചില്ലറ കാര്യമല്ല എന്ന് നമ്മളത് ടെസ്ല ഉൾപ്പെടെ ഈ പറയുന്ന ടെസ്ലയാണ് അമേരിക്ക ഭരിക്കുന്നത് എന്ന് നമ്മൾ പറയാതെ, അതായത് എലോൺ മസ്ക് ആണ് അമേരിക്ക ഭരിക്കുന്നത്, ട്രംപ് വെറും മരപ്പാവയാന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ എന്നിട്ട് കൂടി ടെസ്ലയുടെ സ്റ്റോക്കുകളിൽ നിയർലി 50% ഹ്യൂജ് ടെസ്ലയുടെ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു കറക്ഷനാണ് ടെസ്ലയുടെ സ്റ്റോക്കുകൾ വന്നത്. എല്ലാം ടെസ്ലയ്ക്ക് അനുകൂലമാണെങ്കിൽ ടെസ്ലയുടെ സ്റ്റോക്കിന് എന്തിനാണ് ഇത്രയും വലിയൊരു കറക്ഷൻ വന്നതെന്ന് എനിക്കറിയില്ല. ടെസ്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ കറക്ഷനൊക്കെയാണ് നേരിട്ടു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ കറക്ഷനാണ്. $475 നിന്ന് $225 ടെസ്ല 50% കറക്ഷൻ വന്നത്. എല്ലാ ബിസിനസ്സും ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം തന്നിട്ടും ടെസ്ലയ്ക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി ഇല്ലേ എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. എനിവേസ് IT സെക്ടറിലെ ഈ കറക്ഷൻ കൊണ്ടായിരിക്കാം ഈ പറയുന്ന ശിവലാലിൻ്റെ കൊച്ചുമോളല്ലേ, മകളാണ് തിരിച്ചു ശ്രുതി. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് കയ്യിലുള്ള കുറച്ച് സ്റ്റോക്സ് വിലക്കുറവിന് കണ്ടു കഴിഞ്ഞപ്പോൾ ആവറേജ് ചെയ്തതാണെന്ന് വിചാരിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും അതിനകത്ത് കൊടുക്കേണ്ട. IT സെക്ടറുകൾ അട്രാക്റ്റീവ് ആണെന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. മാത്രമല്ല നമ്മൾ ഈ സെപ്റ്റംബർ, ഓഗസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊമോട്ടർമാർ വലിയ രീതിയിൽ സ്റ്റോക്കുകൾ വിറ്റൊഴിവാക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഓവർ വാല്യുവേഷൻ ആയതുകൊണ്ട് എണ്ണം കുറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ മാസത്തൊക്കെ നമ്മൾ നോക്കും, ഫെബ്രുവരി മാർച്ചിലോട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ പല പ്രൊമോട്ടർമാരും നല്ല രീതിയിൽ അവരുടെ സ്റ്റോക്കുകൾ തിരിച്ചു, ആദ്യം വിറ്റൊഴിവാക്കിയ സ്റ്റോക്കുകൾ 50%-ന് 25%-ന് വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് പോർട്ട്ഫോളിയോയിലോട്ട് തിരിച്ച് ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പോസിറ്റിവിറ്റിയാണ്. ഇത് പോസിറ്റിവിറ്റിയാണെന്ന് മാത്രമല്ല, ഇത് ഒരു പോസിറ്റീവ് സൈനായിട്ട് നമ്മൾ കാണണം. അടുത്ത റൗണ്ട് നമ്മൾ ബാങ്കിൽ, നമ്മൾ ഇൻഡസ് ബാങ്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ് ബാങ്കിൽ ഇപ്പോൾ ഗ്ലിച്ചാന്ന് പറഞ്ഞ് അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എക്സ്ചേഞ്ച് അതിൻ്റെ കറക്റ്റ് ഡാറ്റ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അല്ല, ഇനിയിപ്പോൾ RBI ഗ്ലിച്ചാണെന്ന് ഏത് അതായത് ഈ കണക്ക് നോക്കിയപ്പോൾ വന്ന ഒരു ചെറിയ പിഴവ് കൊണ്ടാണ് ഈ മിസ്റ്റേക്ക് വന്നതെന്ന് പറയാണ്. ഞാൻ ചോദിക്കുന്നത്, എനിക്കിതിനകത്ത് മനസ്സിലാവാത്ത കാര്യം, 2 വർഷം 3 വർഷമായിട്ട് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഓഡിറ്റ് ഫേമുകൾ ഗ്ലിച്ച് കണ്ടില്ലേ? അതിനെ ഗ്ലിച്ചായിട്ട് എനിക്ക് സീരിയസ്ലി അതിനെ ഗ്ലിച്ചായിട്ട് കണ്ണടച്ച് കളയുന്നതായിരിക്കാം. ആക്ച്വലി ഇത് വലിയൊരു തട്ടിപ്പ് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ മറച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. 2 വർഷമായിട്ട് ഇത്രയും വലിയ കോടികളുടെ നഷ്ടം കണ്ടെത്താതിരിക്കാനുള്ള മണ്ടന്മാരാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ വീഡിയോന് താഴത്ത് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന എനിക്കൊക്കെ മനസ്സിലാവും ഈ കാര്യം എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ഇത് ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇന്ത്യയിലെ പല സ്റ്റോക്കുകൾക്കും ഈ വാല്യുവേഷൻ ഇല്ല. ഞാൻ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ക്വാളിറ്റി അഷുറൻസിലായിരുന്നു. അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മളാണ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത്. നമ്മൾ അപ്പൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ചെറിയ എമൗണ്ടുകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ 1 കോടി 1/2 കോടിയൊക്കെ ഇങ്ങനെ ചെയ്ത് പോയായിരിക്കും ഇങ്ങനെ വലിയ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കണ്ണടച്ച് കളയാം, ഇത് ഗ്ലിച്ചാന്ന് പറഞ്ഞിട്ട്? അപ്പോൾ 2 ക്വാർട്ടറാണ് ഓഡിറ്റ്. ഇത് എത്ര ക്വാർട്ടർ? 8 ക്വാർട്ടർ എന്തോ ആയി.
അല്ലേ 2 വർഷത്തെ ഡേറ്റ എങ്ങനെ കണ്ണടച്ച് കളയാൻ പറ്റും? അപ്പോൾ ഇത് ഇന്ത്യയിലെ പല സ്റ്റോക്കുകളിലും വിശ്വാസത്തിൻ്റേതായ ഘടകം പ്രോബ്ലം സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനൊക്കെ RBI ഓവർകം ചെയ്യും. കാരണം യെസ് ബാങ്ക് വീണിട്ട് അതിനെ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്ത രാജ്യമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ യെസ് ബാങ്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ യെസ് ബാങ്ക് പോയി മേടിക്കൊന്നും വേണ്ട, അവർ അത്ര നല്ല പൊസിഷനിൽ തല്ലൊന്നുമല്ല. പല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഫെഡറൽ ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്തു, അത് 500 കോടി എന്തോ ഫെഡറൽ ബാങ്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ പല ബാങ്കുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഈ ബാങ്കിനെ പിടിച്ചു നിർത്തി. കാരണം ഒരു ബാങ്ക് പൊട്ടി അല്ലെങ്കിൽ ഒരു ബാങ്കിൽ കള്ളത്തരം നടന്നു എന്ന് പുറത്ത് പറയാനായിട്ട് RBIക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ചവറ് പോലെ ബാങ്കുകൾ പൊട്ടുന്നുണ്ടല്ലേ? അതെന്താണ്? ഇത്തരത്തിലുള്ള പ്രശ്നം തന്നെയാണ് പല സ്ഥലത്തും നടക്കുന്നത്. അപ്പോൾ ഇൻഡസിൻ്റെ ബാങ്കിൽ നടന്നൊരു ഗ്ലിച്ച് മാത്രമാണെന്ന് വിശ്വസിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. അതിപ്പോൾ ഇതൊന്നും പുറത്തു വരണമെന്ന് പോലുമില്ല. ഇങ്ങനെ നമ്മൾ പുറത്തു വരാത്ത എത്രയോ കാര്യങ്ങൾ മാർക്കറ്റും റിലേറ്റഡ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം ഇതിനെയും കണ്ടാൽ മതി. അപ്പോൾ ഇത് ബോട്ടം എത്തിയോ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് ആയോ? വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർച്ച് എന്ന് പറയുന്നത് പല കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയമാണ്. ആക്ച്വലി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് ഇപ്പോൾ ഓൾറെഡി ബെയറിഷാണ്. ഇനി Q4 റിസൾട്ടും കൂടി ചിലപ്പോൾ ബാഡ് ആവുകയാണെങ്കിൽ ആ ഒരു ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് അല്ലേ കൂടുതൽ. കറണ്ട് സിറ്റുവേഷൻ ഇന്ത്യൻ എക്കണോമി ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ കൊറോണ ക്രാഷിനെ നമുക്ക് ഈ പറയുന്ന സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു ബ്ലാക്ക് സ്വാം ഇവൻ്റാണ്, നമ്മളാരും പ്ലാൻ ചെയ്തു. എന്നാൽ 2017-18 മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലെ കറക്ഷനായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാണ്. അന്ന് നിഫ്റ്റി ഇത്ര വലിയതായിട്ട് വീണിട്ടില്ല. അന്ന് എന്തോ 18% വീണിട്ടുണ്ട്, ഏകദേശം ഇത്രയൊക്കെ തന്നെ നിഫ്റ്റി വീണിട്ടുണ്ട്. എന്നാൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നല്ല രീതിയിൽ അന്ന് വീണിട്ടുണ്ട്. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും 60% ഇറോഷൻ അന്ന് നടന്നിട്ടുണ്ട്. അന്നത്തെ എക്കണോമിക് സിറ്റുവേഷൻസ് ഇതിനേക്കാൾ വളരെ ബാഡായിരുന്നു. ഇതിനേക്കാൾ ബാഡ് എക്കണോമിക്കൽ പാരാമീറ്റേഴ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സിറ്റുവേഷൻ ഈസ് ഫാർ ബെറ്റർ എന്നാണ് എനിക്കുള്ളത്. ഓൾറെഡി നിഫ്റ്റി കറക്റ്റ് വാല്യുവേഷനിലെത്തി. ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ടെക്നിക്കലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ഷന് വന്ന ആ സപ്പോർട്ടിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. ടെക്നിക്കലി നല്ലൊരു സപ്പോർട്ട് റേഞ്ചിലാണ്, ഫണ്ടമെന്റലി കുഴപ്പമില്ല. പക്ഷേ ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ച് ബ്രേക്ക് ചെയ്താലും പൊട്ടിപ്പൊളിഞ്ഞൊന്നും വീഴാനുള്ള സാധ്യതകളൊന്നുമില്ല. എവിടെ വരെ പോയിരിക്കും? ചിലപ്പോൾ 21,000 അല്ലെങ്കിൽ ഒരു 20,800 വരെ എക്സ്ട്രീം കേസിൽ പോകായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ ഇനി അങ്ങോട്ട് വളരെ കുറവാണെന്നാണ് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ വരണം. ഇനി ഒരു സാധ്യത പറയുന്നത് ഇതൊരു ഫിനാൻഷ്യൽ ഇയർ എൻഡാണ്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തെ വീക്കുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ അതിപ്പിന്നെ വാങ്ങിയ സ്റ്റോക്കുകളിലുള്ള സ്റ്റോക്കിനെ ഇന്ന് ബുക്ക് ചെയ്ത് നാളെ തിരിച്ച് മേടിക്കുകയാണെങ്കിൽ ഈ ലോസിനെ ഈ വർഷം ആഡ് ചെയ്യാം. ഈ വർഷം 20 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി ബുക്ക് ചെയ്ത ഒരാൾ കറൻ്റ്ലി M2Mൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 30 ലക്ഷം ലോസ് ഉണ്ടെങ്കിൽ ഈ ലോസിനെ ടെമ്പററി ആയിട്ട് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തിരിച്ച് വാങ്ങിയെന്ന് വിചാരിക്കും. വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. ഇങ്ങനെ ബുക്ക് ചെയ്ത് തിരിച്ച് വാങ്ങുമ്പോൾ എന്താ ഗുണം എന്നറിയോ? ഈ ലോസ് ഈ വർഷത്തെ കണക്കിൽ പോവുകയും ഈ വർഷം കിട്ടിയ പ്രോഫിറ്റിൻ്റെ 20 ലക്ഷത്തിന് 0 ടാക്സ് ആവുകയും ചെയ്യും. ഷോർട്ട് ടൈമിലും ലോങ് ടൈമിൻ്റെ ഒക്കെ ടാക്സ് ഭയങ്കര ഹൈ ആണല്ലോ. 12.5% 20%. ഇത്രയും വലിയൊരു ഹ്യൂജ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് ഈ ആഴ്ച തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഇത് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഒരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ്. ഒന്ന് കമൻറ്റ് ചെയ്യും ആർക്കൊക്കെ അത്തരത്തിലുള്ള വീഡിയോസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ച് ഇൻട്രാക്റ്റീവ് ബ്രോക്കേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വളരെ ഡെപ്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ബോട്ടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബോട്ടം ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ETF ഫണ്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് തുടങ്ങാം. തീർച്ചയായിട്ടും കണ്ണടച്ച് മേടിക്കാം ETF ഫണ്ട്. തീർച്ചയായിട്ടും ETF ഫണ്ടിൽ വാങ്ങണമെങ്കിൽ നമുക്കൊരു ഫിയറും ഇപ്പം വേണ്ട. ETF ഫണ്ടുകൾ ലോങ് ടൈമിലോട്ടാണെങ്കിലോ ഒരു 2 വർഷം 1.5 വർഷം to 3 വർഷത്തെ ഷോർട്ട് ടൈം ഗെയിം പ്ലാൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലോങ് ടൈം ആയി. എനിവേസ് 1.5 വർഷം to 3 വർഷം പ്ലാനിൽ എല്ലാവർക്കും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ETFസിൽ നിന്നാണ് എനിക്ക് ബാങ്ക് ആണെങ്കിലും IT ആണെങ്കിലും ഫാർമയാണെങ്കിലും ഇതിന് നിഫ്റ്റി ആണെങ്കിലും ഇതൊരു നല്ല ലെവൽ തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.